നമസ്കാരം. സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. നമുക്കറിയാം എക്സാം അടുത്തു അല്ലേ? അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിന് ഊന്നൽ നൽകി എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കറിയാം ഈ ഒരു മാർച്ച് വരെയുള്ള എല്ലാ ടോപ്പിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ നമ്മൾ തരുന്നുണ്ട് അല്ലേ? അപ്പോൾ നെക്സ്റ്റ് നമുക്ക് മാർച്ചിൽ നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്രത്തിലെ ന്യൂസ്, ഓക്കെ, അതിനെപ്പറ്റി നോക്കാം. മാർച്ചിലെ ഇമ്പോർട്ടൻറ്റ് ന്യൂസുകളാണ്. ഇനി ഒരു 3-4 ദിവസത്തെ ക്ലാസ്സിനുള്ളിൽ നമുക്ക് മാർച്ചിലെ ഫുൾ ഡീറ്റെയിൽസ് കവർ ചെയ്യാം. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. ലക്ഷദ്വീപിലെ ഇന്ത്യയുടെ നാവികത്താവളം അടുത്ത ആഴ്ച. ഓക്കെ, ഇന്ത്യയുടെ നാവികത്താവളം തുറന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിരീക്ഷണം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപ്, ഓക്കെ, ലക്ഷദ്വീപിൽ മിനിക്കോയ് ദ്വീപിൽ എന്താണ് INS ജഡായു, ഓക്കെ, INS ജഡായു പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. മിനിക്കോയിലാണ് INS ജഡായു പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. എവിടെയാണ്? മിനിക്കോയ്, ഓക്കെ, മിനിക്കോയിലാണ് താവളം. ആദ്യം ഒരു ചെറിയ തോതിൽ ഒരു ഡിറ്റാച്ച്മെൻ്റ് ആയിട്ട് തുടങ്ങി, പിന്നെ അതൊരു നാവിക താവളമായിട്ട് കൊണ്ടുപോകാനാണ് നമ്മുടെ ഇന്ത്യൻ നേവി ശ്രമിക്കുന്നത്. ഇതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതായത് നമ്മുടെ മാലദ്വീപ്സുമായിട്ടുള്ള ആ ഒരു ഇഷ്യൂ കാരണവും നമുക്കവിടെ ഒരു പുതിയ നാവിക താവളത്തിൻ്റെ ആവശ്യകതയുണ്ട് അല്ലേ? ഇന്ത്യ പസഫിക് മേഖലകളിൽ ഇന്ത്യയുടെ ആ ഒരു സാന്നിധ്യം ഉറപ്പാക്കാനും ഇന്ത്യയുടെ ആ ഒരു മേൽക്കോയ്മ ഉറപ്പാക്കാനും വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ മിനിക്കോയിലാണ് പുതിയ നാവികത്താവളം വരുന്നത്. ഇതിനു മുമ്പ് അവിടെ ഒരു നാവികത്താവളം ഉണ്ട്. അതെന്താണ്? INS ദ്വീപ് രക്ഷക്. INS ദ്വീപ് രക്ഷക് കവരത്തിയിൽ ഉള്ള ഒരു നാവികത്താവളമാണ്. അപ്പോൾ ലക്ഷദ്വീപിലെ ഇന്ത്യയുടെ പുതിയ നാവികത്താവളത്തിൻ്റെ പേരെന്താണ്? INS ജഡായു ആണ്. INS ജഡായു എവിടെയാണ് വരുന്നത്? മിനിക്കോയ്. മിനിക്കോയ്. ഇത് രണ്ടും ഉറപ്പായാലും ഓർത്ത് വെച്ചിരിക്കുക. ഒരു ഷുവർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അടുത്തത് വയോജന സൗഹൃദത്തിൽ കൊച്ചിയെ നമ്പർ 1 ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ലോകാരോഗ്യ സംഘടന അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ് നമ്മുടെ കൊച്ചിയെ വയോജന സൗഹൃദത്തിൽ ഏറ്റവും സൗഹൃദ നഗരമായിട്ട്, ദക്ഷിണേഷ്യയിലെ തന്നെ ആദ്യത്തെ നഗരമായിട്ട് മാറി. ആര്? കൊച്ചി. ഓക്കെ, അപ്പോൾ വയോജന സൗഹൃദത്തിൽ ആരുടെ നമ്പർ 1 ആയിട്ട് വന്നത്? കൊച്ചിയാണ് അല്ലേ? കൊച്ചിയെ തിരഞ്ഞെടുത്തത് ആരാണ്? ലോകാരോഗ്യ സംഘടന. എന്തിൻ്റെ പേരിലാണ്? നമ്മുടെ ദക്ഷിണേഷ്യയിൽ തന്നെ വയോജന സൗഹൃദത്തിൻ്റെ പേരിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ ഒരു നഗരമായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കൊച്ചി മാറി. നമ്മുടെ ലോകാരോഗ്യ സംഘടനയുടെ ആ ഒരു ആസ്ഥാനം എവിടെയാണ്? ചോദിച്ചിട്ടുണ്ടല്ലേ, PSC ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ജനീവ അല്ലേ? അപ്പോൾ നമ്മുടെ പത്രം വായിക്കുന്നതിലുള്ള ആ ഒരു ഗുണങ്ങളാണ് അല്ലേ? അപ്പം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലറിയാതെ നിൽക്കും. എന്താണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവ. ഓക്കെ, ഇനി കൊച്ചി നമ്മുടെ നഗരത്തിൽ നമ്മുടെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ കൊച്ചി മേയറായിട്ടുള്ള M അനിൽകുമാറാണ് ഈ ഒരു ലോകാരോഗ്യ സംഘടനയുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തത്. ഓക്കെ, വയോജന സൗഹൃദ നഗരം ഈ ഒരു കൊച്ചിക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് കുറച്ച് ഘടകങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് കോളേജുകളിൽ വയസ്സായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നൂതന സാങ്കേതിക വിദ്യ പരിശീലനം നൽകുക, അതേപോലെ തന്നെ രാത്രിയിൽ ഓൺലൈനായിട്ടുള്ള ടാക്സി സൗകര്യങ്ങൾ, സാങ്കേതിക വിദ്യാ പരിശീലനം, വയോജനങ്ങൾക്കുള്ള സീനിയർ ടാക്സി സർവീസ്, മാതൃക സായം പ്രഭ, ഓക്കെ, പകൽ വീട്. എന്തിനാണ് ഈ സായം പ്രഭ പകൽ വീട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു കേന്ദ്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്? അവിടെ പോയിട്ട് വയസ്സായ ആൾക്കാർക്ക് അവരുടെ ഇഷ്ടപ്രകാരമായിട്ട് വെറുതെ ചുമ്മാ സംസാരിച്ചിരിക്കാൻ വേണ്ടി തന്നെ പോയിരിക്കാനും അവരുമായിട്ട് സംസാരിക്കാനും നല്ല എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ അവർക്ക് മാനസികോല്ലാസത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാനും എല്ലാവരുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്ത് ഇല്ലേ? വയസ്സാവുമ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന എന്താണ്? ഒറ്റപ്പെടൽ. അപ്പോൾ ഓക്കെ, ആ ഒറ്റപ്പെടൽ മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ വയോജന സൗഹൃദമാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്യുക, സാങ്കേതിക വിദ്യയിൽ പരിശീലനം നൽകുക. നമുക്കറിയാം വയസ്സായ ആൾക്കാർക്ക് ടെക്നിക്കൽ നോളജ് കുറവായിരിക്കും. അപ്പോൾ അതിന് ഇപ്പോൾ ഫോണാണെങ്കിലും പുതിയ ടെക്നോളജീസും എല്ലാം യൂസ് ചെയ്യാൻ അവരെ പഠിപ്പിക്കുക. പുതിയ സീനിയേഴ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ള ടാക്സി സർവീസസ് ഏർപ്പെടുത്തുക. അതേപോലെ തന്നെ സായം പ്രഭ പകൽ വീട്. അപ്പോൾ സായം പ്രഭ പകൽ വീട് എന്നിവയൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? എന്താണ്? വയോജന സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് കൊച്ചി ഇംപ്ലിമെൻ്റ് ചെയ്ത ആ ഒരു പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. അപ്പോൾ ദക്ഷിണേഷ്യയിലെ തന്നെ വയോജന സൗഹൃദത്തിൽ ഒന്നാമതായി തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു നഗരം ഏതാണ്? നമ്മുടെ കൊച്ചിയാണ്. ഇനി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ
ആസ്ഥാനം ജനീവയിലാണ്. ഇനി കൊച്ചി മേയറായിട്ടുള്ള എം അനിൽകുമാറാണ് ഈ ലോകാരോഗ്യ സംഘടനയുടെ ലീഡർഷിപ്പിൽ പങ്കെടുത്തത്. ഓക്കെ, അടുത്തത് ഓപ്പൺ AI-ക്കെതിരെ കേസുമായി മസ്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, ഇലോൺ മസ്കിൻ്റെ തന്നെ കമ്പനിയല്ലേ ഓപ്പൺ AI? ഓപ്പൺ AI 2019 ആയപ്പോഴത്തേക്കും നമ്മുടെ ഇലോൺ മസ്ക് വിട്ടു അല്ലേ. അദ്ദേഹത്തിന് ഇപ്പോൾ സ്വന്തമായിട്ടൊരു AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കമ്പനിയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഓപ്പൺ AIക്കെതിരെ ഇലോൺ മസ്ക് കേസ് കൊടുത്തിരിക്കുകയാണ്. കാരണം അപ്പോൾ ഈ ഓപ്പൺ AI അല്ലെങ്കിൽ ChatGPT അല്ലേ, ChatGPTയുടെ നിർമ്മാതാവായ ഓപ്പൺ AI, ChatGPT നിർമ്മിച്ചിരിക്കുന്ന കമ്പനി ഏതാണ്? ഓപ്പൺ AI ആണ്. ChatGPTയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരാളുണ്ട്. അതാരാണ്? പെട്ടെന്ന് നമുക്ക് ഇലോൺ മസ്കിൻ്റെ പേരൊക്കെ എഴുതാൻ തോന്നും, എഴുതരുത്. സാം ഓൾട്ടൺ. ഓക്കെ, സാം ഓൾട്ടനെ ഈ ഓപ്പൺ AIയുടെ CEO സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയായിരുന്നു. അദ്ദേഹം വീണ്ടും ഇപ്പോൾ ആ ഒരു ഓപ്പൺ AIയുടെ CEO സ്ഥാനത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. AI എന്ന ഈ ഒരു കമ്പനി, ഓപ്പൺ AI എന്ന് പറഞ്ഞ കമ്പനിയും ChatGPT ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു കമ്പനി ഒരുമിച്ച് ഫൗണ്ട് ചെയ്ത ആൾക്കാരാണ് സാം ഓൾട്ടണും ഇലോൺ മസ്കും സാം ഓൾട്ടണും ഒരുമിച്ചാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹമാണ് ഇതിൽ ഒരുപാട് ഫണ്ടിങ് ഒക്കെ ചെയ്തത്. എന്നാൽ ആ സമയത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉട്ടോപ്യൻ സമൂഹത്തിലേക്ക് കൊണ്ടുപോകാതെ, അതായത് നമുക്കറിയാം, അതായത് മനുഷ്യരുടെ ഇമ്പോർട്ടൻസ് കുറയും, ടെക്നോളജിയുടെയും റോബോട്ട്സിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് കൂടുകയും. ഇപ്പോൾ ഇംഗ്ലീഷ് മൂവീസ് ഉണ്ട് അല്ലേ, ടെർമിനേറ്റേഴ്സ് അതുപോലുള്ള മൂവീസൊക്കെ ആയിട്ട് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അതിലെന്താണ്, മനുഷ്യന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല, എല്ലാം ലോകത്തിലെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ആരാണ്? റോബോട്ട്സും ടെക്നോളജിയും. ഓക്കെ, ആ ഒരു പ്രശ്നത്തിലേക്ക് പോകാതെ നമ്മുടെ ലോകത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയും ChatGPT പോലെയുള്ള ടെക്നോളജീസിനെയും യൂസ് ചെയ്യണം എന്നായിരുന്നു 2015 നമ്മുടെ സാം ഓൾട്ടൺ പറഞ്ഞത്, ഈ ഒരു കമ്പനി ഉദ്ഘാടനം ചെയ്ത സമയത്ത്. ഓക്കെ, അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്ത സമയത്ത്. അതിനുശേഷം ഇവർ തമ്മിൽ വളരെയധികം ഇഷ്യൂസ് ഉണ്ടാവുകയും നമ്മുടെ ഇലോൺ മസ്ക് സ്വന്തമായി വേറൊരു കമ്പനി ആരംഭിക്കും, വാണിജ്യപരമായുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ അപ്പോൾ ഇപ്പം എന്ത് ചെയ്തു? എന്ത് ചെയ്തു? ഓപ്പൺ AIയും ChatGPTയും വാണിജ്യപരമായിട്ട് ഉള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ChatGPTയെയും ഓപ്പൺ AI ടെക്നോളജി അല്ലെങ്കിൽ AI ടെക്നോളജിയും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കി. അപ്പോൾ അത് എന്ത് പറ്റി? CEO ഇലോൺ മസ്ക് ഇത് ഈ ഫൗണ്ട് ചെയ്ത സമയത്തെ കരാറിനെതിരാണെന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്താണ്? നമ്മുടെ ഇലോൺ മസ്കിൻ്റെ കമ്പനിക്ക് ഒരു ഭീഷണിയായിട്ട് വരും, അതൊരു ജലസിയുടെ പേരിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സാം ഓൾട്ടൺ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ChatGPTയുടെ പിതാവ് ആരാണ്? അത് മറന്നു പോകരുത്, സാം ഓൾട്ടൺ. ഈ പേര് മറന്നു പോകാതിരിക്കുക. ഈ ChatGPTയായിട്ട് സംബന്ധിച്ച് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സാം ഓൾട്ടൺ, ChatGPT. ഓക്കെ, ChatGPTയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? സാം ഓൾട്ടൺ. അടുത്തത് പൾട്ടൺ, പ്രോ കബഡി ലീഗിൽ. ഓക്കെ, പ്രോ കബഡി ലീഗിൽ ആർക്കാണ്? പുണേരി പൾട്ടാൻ. ഓക്കെ, ആ പേര് ഓർത്ത് വെച്ച് നോക്കുക. അതായത് പ്രോ കബഡി ലീഗിൽ ഇപ്രാവശ്യം ജയിച്ചത് ആരാണ്? പുണേരി പൾട്ടാൻ. ഓക്കെ, പുണേരി പൾട്ടാനിൽ ഫൈനലിൽ ഹരിയാന സ്റ്റീലേഴ്സ്. ഓക്കെ, പേരുകൾ ഓർത്ത് വയ്ക്കുക. ഫൈനലിൽ ആരൊക്കെയാണ് വന്നത്? ഹരിയാന സ്റ്റീലേഴ്സും പുണേരി പൾട്ടാനും. ഇനി പുണേരി പൾട്ടാൻ്റെ നായകനാരാണ്, അല്ലെങ്കിൽ നയിച്ചിരുന്നത് അസ്ലം മുസ്തഫ. ഓക്കെ, പുണേരി പൾട്ടാനെ നയിച്ചത് ആരാണ്, അല്ലെങ്കിൽ അതിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? അസ്ലം മുസ്തഫ. ഓക്കെ, അപ്പോൾ പ്രോ കബഡി ലീഗിൽ ജയിച്ചത് ആരാണ്? പുണേരി പൾട്ടാൻ. ആരാണ് ജയിച്ചത്? പുണേരി പൾട്ടാൻ. തോൽപ്പിച്ചത് ഹരിയാന സ്റ്റീലേഴ്സിനെയാണ്. ഹരിയാന സ്റ്റീലേഴ്സ് ഫൈനലിൽ ഹരിയാന സ്റ്റീലേഴ്സിനെ തോൽപ്പിച്ച് പുണേരി പൾട്ടാൻ ജയിക്കുകയാണ്. അതിൽ നായകൻ ആരായിരുന്നു? ക്യാപ്റ്റൻ അസ്ലം മുസ്തഫ. ഓക്കെ, അടുത്തത് പാകിസ്ഥാൻ്റെ മിസൈൽ, അതായത് ആണവ മിസൈലിനുള്ള ഘടകം നമ്മുടെ ഇന്ത്യ പിടിച്ചെടുത്തു. ഓക്കെ, ഇതിൽ മുംബൈയിൽ സുരക്ഷാ സേനയാണ് ഈ ഒരു, നമുക്കറിയാം നമ്മുടെ ചൈനയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അതായത് ഇന്ത്യ ഇവിടെയാണെങ്കിൽ ഇവിടെ പാകിസ്ഥാനും ഏകദേശം ഈ ഒരു ഭാഗത്താണ് ചൈന വരിക അല്ലേ. അപ്പോൾ ചൈന എന്താ ഈ ഒരു തുറമുഖത്ത് നിന്ന് പോകണമെങ്കിൽ ഇങ്ങനെ പോകണം അല്ലേ.
അപ്പോൾ ആ ഒരു ചൈനയിലെ ഹാങ്ഷോ തുറമുഖത്ത് നിന്ന് നമ്മുടെ പാകിസ്ഥാനിലേക്ക് പോവുമായിരുന്ന ഒരു കപ്പൽ എന്ത് ചെയ്തു, നമ്മുടെ മുംബൈ തുറമുഖത്ത് എത്തിച്ച് നമ്മളുടെ നാവികസേന പിടികൂടുകയുണ്ടായി. എന്താണ് പിടികൂടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ നിരോധിതമായിട്ടുള്ള കുറച്ച് ഉപകരണങ്ങളുണ്ട്. നമ്മുടെ ആണവായുധം നിർമ്മിക്കാൻ വേണ്ടിയിട്ടും മിസൈൽ ടെക്നോളജിക്കും ഒക്കെ വേണ്ടിയിട്ട് ഈ ഒരു വസേനാർ 1996 വസേനാർ കരാർ എന്ന് പറഞ്ഞൊരു കരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കരാറും ഇയറും ഓർത്തു വയ്ക്കുക. 1996 വസേനാർ കരാർ. ഈ കരാർ പ്രകാരം എന്താണ് പറയുന്നത്, നമ്മുടെ മിസൈൽ ടെക്നോളജിക്കും അണുവായുധത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു CNC മെഷീൻ, ഓക്കെ, CNC എന്ന മെഷീനും അതുപോലെ ചില ഉപകരണങ്ങളും ഒക്കെ നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ടെക്നോളജീസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ CNC എന്ന് പറഞ്ഞ ഒരുപാട് മെഷീൻസുമായിട്ടാണ് നമ്മുടെ പാകിസ്ഥാൻ്റെ ചരക്ക് കപ്പൽ ചൈനയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് അത് പിടിച്ചെടുക്കാൻ സാധിച്ചത്. അപ്പോൾ ഇവയിലുണ്ടായിരുന്ന അതായത് CNC എന്ന ഒരു മെഷീനാണെന്ന് റിപ്പോർട്ട് നൽകിയത് DRDO സംഘമാണ്. ഇത് പരിശോധിക്കുകയും റിപ്പോർട്ട് നൽകുകയും ചെയ്തത് ആരാണ്, നമ്മുടെ DRDO ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഷാങ്ഹായിലെ ഗ്ലോബൽ ലോജിസ്റ്റിക്സിൽ നിന്ന് പാകിസ്ഥാനിലെ വിങ്സ്ലി ലിമിറ്റഡ്, ഓക്കെ, പാകിസ്ഥാനിലെ വിങ്സ് ലിമിറ്റഡ് ചൈനയിലെ എന്താണ് ഗ്ലോബൽ ലോജിസ്റ്റിക്സിൽ നിന്നാണ് ഈ ഒരു സംഭവം അയച്ചിരിക്കുന്നത്. എവിടെയാണ് എത്തുന്നത്, പാകിസ്ഥാനിലെ വിങ്സ് ലിമിറ്റഡ്. ഓക്കെ, പാകിസ്ഥാനിലെ വിങ്സ് ലിമിറ്റഡിലേക്കാണ് ഈ ചൈനയിൽ നിന്ന് ഈ ഒരു സംഭവം അയച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പാകിസ്ഥാനിലെ ഏതാണ്, കോസ്മോസ് എഞ്ചിനീയറിംഗ്. ഓക്കെ, കോസ്മോസ് എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചരക്ക് കപ്പൽ പുറപ്പെട്ടതെന്നാണ് പറയുന്നത്. ഇത് ശരിക്കും ഈ CNC മിസൈൽ ടെക്നോളജിക്ക് വേണ്ടിയിട്ടാണെന്ന് അന്താരാഷ്ട്ര തലത്തിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ അത് പാകിസ്ഥാനെ ഒരുപാട് പ്രതിരോധത്തിലാക്കും. ഓക്കെ, അപ്പോൾ കോസ്മോസ് ഇന്ത്യയുടെ ആ ഒരു നിരീക്ഷണ പട്ടികയിലുള്ള, അതായത് ഈ അണുവായുധം നിർമ്മിക്കുന്നതിനും അതുപോലെ തന്നെ മിസൈൽ ടെക്നോളജി, അതായത് ലോകം നിരോധിച്ചിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നു, അല്ലെങ്കിൽ പല ആയുധങ്ങളുടെ നിർമ്മാണത്തിനും ശ്രമിക്കുന്നു എന്നുള്ള തരത്തിൽ എപ്പോഴും ഇന്ത്യയുടെ ഒരു നിരീക്ഷണ പട്ടികയിലുള്ള ഒരു സ്ഥാപനമാണ് കോസ്മോസ്. ഓക്കെ, കോസ്മോസ് എഞ്ചിനീയറിംഗ്, പേരോർക്ക, കോസ്മോസ് എഞ്ചിനീയറിംഗ്. അപ്പോൾ അതേപോലെ തന്നെ ഈ 2022 ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ചൈനയിൽ നിന്ന് ഇറ്റാലിയൻ നിർമ്മിത തെർമോ ഇലക്ട്രിക് ഉപകരണങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഓക്കെ, ഇറ്റാലിയൻ നിർമ്മിതമായിട്ടുള്ള തെർമോ ഇലക്ട്രിക് ഉപകരണങ്ങൾ കൊണ്ടുപോകാൻ പോയതും നമ്മുടെ ഇന്ത്യ പിടിച്ചെടുത്തിരുന്നു. കാരണം എന്താണ്, അതും മിസൈൽ ടെക്നോളജിക്ക് യൂസ് ചെയ്യുന്നതാണ്, അതുപോലെ തന്നെ നിരോധിച്ചതാണ് എന്നുള്ളതാണ്. 1996 വസേനാർ കരാർ, പേര് മറന്നു പോകരുത്. വസേനാർ കരാർ പ്രകാരം നിരോധിച്ച സാങ്കേതിക വിദ്യകളിൽ ഒന്നാണ് ഏതടെ, CNC മെഷീനുകൾ. ഓക്കെ, സിവിലിയൻ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് CNC മെഷീൻ. അതായത് എന്താ പറയുക, CNC മെഷീൻസിനെ നമുക്ക് ടെക്നിക്കലി പുറത്തുനിന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ ചെറിയ മെഷീൻസ് ആണ്. ഓക്കെ, ഈ ഒരു 1996 വസേനാർ കരാറിൽ എത്ര രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ട്, 42 രാജ്യങ്ങൾ. ഇപ്പോൾ ഈ CNC ടെക്നോളജി അല്ലെങ്കിൽ CNC മെഷീൻസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആരാണ്, ഉത്തര കൊറിയ. ഓക്കെ, ഉത്തര കൊറിയയ്ക്ക് അവരുടെ രാജ്യങ്ങൾക്ക് പ്രത്യേക നിയമങ്ങളാണ് അല്ലേ, ലോകത്തിന് ബാധകമായിട്ടുള്ള ബാക്കിയുള്ള നിയമങ്ങളൊന്നും അവർ കൺസിഡർ ചെയ്യാറില്ല. അപ്പോൾ CNC മെഷീനുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തര കൊറിയയാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ CNC കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ CNC മെഷീൻസുകളിൽ നമ്മൾ വ്യാപകമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മെഷീൻസ് കൂടുതൽ സൂക്ഷ്മമായിട്ടും കാര്യക്ഷമമായിട്ടൊക്കെ ഉപയോഗിക്കാൻ നമ്മുടെ കമ്പ്യൂട്ടർ വെച്ച് പ്രവർത്തിപ്പിക്കുക എന്നുള്ളതും ഈ ഒരു മെഷീൻസിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ചൈനയിൽ നിന്ന് നമ്മുടെ പാകിസ്ഥാനിലേക്ക് പോയ ചരക്ക് കപ്പൽ മുംബൈ തുറമുഖത്ത് വെച്ച് നമ്മുടെ നാവികസേന പിടിച്ചെടുക്കുകയും അത് DRDO അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ CNC മെഷീൻസ് ആണെന്നും ആ മെഷീൻസ് നിരോധിത പട്ടികയിലുള്ള മെഷീൻസ് ആണെന്നും, അതായത് മിസൈലിനും അണ്വായുധങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു ടെക്നോളജിയായിട്ട് ബേസ് ചെയ്തതാണെന്നും പറഞ്ഞു. ഇത് ഏത് സ്ഥാപനത്തിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്, അത് കോസ്മോസ് എഞ്ചിനീയറിംഗ്, അത് ഇന്ത്യയുടെ ഓൾറെഡി ഒരു നോട്ടപ്പട്ടികയിലുണ്ടായിരുന്ന കോസ്മോസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്കായിരുന്നു. 2022 സിമിലർലി ഒരു തെർമോ ഇലക്ട്രിക് ഉപകരണങ്ങളും കൊണ്ടുപോയ ചരക്ക് കപ്പൽ ഇന്ത്യ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സംഭവമല്ല. ഇതിൻ്റെ കരാർ ഓർത്ത് വയ്ക്കുക, 1996 വസേനാർ കരാർ. ഈ വസേനാർ കരാർ പ്രകാരം 42 രാജ്യങ്ങളാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആ ഒരു തെർമോ ഇലക്ട്രിക് ഉപകരണങ്ങളും മെഷീൻസും അണ്വായുധങ്ങളുമായിട്ട് യൂസ് ചെയ്യുന്ന മെഷീൻ
മെഷീൻസ് കൊണ്ടുപോകില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്തൊരു കാര്യം നമ്മുടെ ഏരിയയിൽ കൂടെ കടത്തിവിടാതിരിക്കാനുള്ള അധികാരവും ആർക്കുണ്ടേ? നമ്മുടെ സ്വന്തം ഇന്ത്യക്കുണ്ട്. അതാണ് പാകിസ്ഥാൻ്റെ ഈ ഒരു ചരക്ക് കപ്പൽ പിടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പം നമ്മൾ പിടിച്ചെടുത്ത കോസ്മോസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥാപനത്തിനും CNC മെഷീൻസ് കൊണ്ടുപോയതും പാകിസ്ഥാൻ്റെ ഡിഫൻസ് സയൻസ് ആൻഡ് ടെക്നോളജിയായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പരീക്ഷണം അല്ലെങ്കിൽ ഇന്ത്യ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ബന്ധം കണ്ടെത്തി കഴിഞ്ഞാൽ അത് വളരെയധികം പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കും. അടുത്തത്, ഗാസയിൽ വ്യോമമാർഗം ഭക്ഷണ പൊതി ഇറക്കി നമ്മുടെ US. ഓക്കെ, ഗാസയിൽ വ്യോമമാർഗം ഭക്ഷണ പൊതി. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ വേട്ട ചെയ്യുന്ന ആൾ തന്നെ സഹായിക്കുകയാണെന്ന്. അങ്ങനെയല്ല, നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കാത്തു നിന്ന് കുറേ പാലസ്തീനികളെ വെടിവെച്ച് കൊല്ലുണ്ടായി ഇസ്രായേൽ സൈന്യം, ഇല്ലേ? മനുഷ്യ മനസാക്ഷിയെ കുറച്ച് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു, അല്ലേ? അതായത് ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിന്നവരെ ആരെന്ത് ചെയ്തു? നമ്മുടെ പലസ്തീനിയൻ സൈന്യം അവിടെ വെടിവെച്ച് കൊല്ലുകയാണ്. നമുക്കറിയാം, ഒരു യുദ്ധം എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവർ, അവിടുത്തെ സാധാരണ ജനങ്ങളാണ് അനുഭവിക്കുന്നത്, അല്ലേ? അപ്പോൾ വാഷിങ്ടണിൽ ഗാസയിൽ ഭക്ഷണ പൊതികൾ വ്യോമമാർഗം വിതരണം ചെയ്ത US ആണ്. സൈന്യത്തിൻ്റെ 3 C-130 ചരക്ക് വിമാനങ്ങളാണ് ശനിയാഴ്ച ഭക്ഷണം വിതരണം ചെയ്തത്. 66 കെട്ടുകളിൽ 38,000-ഓളം ഭക്ഷണ പൊതികളാണ് ഗാസയിൽ ഇറക്കിയത്. അപ്പോൾ ഭക്ഷണം വാങ്ങാനെത്തിയത് ഇസ്രായേൽ സൈന്യം കൊന്ന ആ ഒരു ഇതിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ നമ്മുടെ US-നെതിരെ വളരെയധികം പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ US നമ്മുടെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു. പാലസ്തീന് അവിടുത്തെ ജനങ്ങളുടെ ആ ഒരു വേദന ഒന്നും മനസ്സിലാവുന്നില്ല, ഇല്ലേ? ഇപ്പോൾ ഹമാസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഭീകര സംഘടനയോ അതിൻ്റെ തലവന്മാരോ അല്ല, ഇല്ലേ? സാധാരണ ജനങ്ങളാണ് ഇതിൻ്റെ പേരിൽ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ രാജ്യത്തിനകത്ത് പോലും, അതായത് US-ൻ്റെ ഉള്ളിൽ പോലും ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി കാത്തുനിന്നവർക്കെതിരെ ആ ഒരു നിറയൊഴിച്ച് കൊന്ന്, അല്ലേ, ആ ഒരു കൊലപ്പെടുത്തിയ ആ ഒരു സംഭവത്തിൽ വളരെയധികം പ്രതിഷേധം രൂപപ്പെട്ടു. ഗാസയിലേക്ക് ഇനി സഹായം എത്തിക്കാൻ വേണ്ടിയിട്ട് പുതിയ സമുദ്ര ഇടനാഴി പോലും ആലോചിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇസ്രായേലിൽ ഫുൾ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്, അല്ലേ? പലസ്തീൻ എന്ന് പറഞ്ഞാൽ വളരെ ഒരു ചെറിയ ഏരിയ ആണ്. അപ്പോൾ അവിടത്തേക്ക് സഹായം എത്തിക്കാൻ പോലും ഇസ്രായേലിൻ്റെ അനുമതി വേണം. അടുത്തത്, ഇന്ത്യ ഇനി ക്യാറ്റ് കിങ് എന്ന് പറഞ്ഞാൽ ക്യാറ്റുകളുടെ കിങ് ആയി എന്നാണ്, അല്ല, ക്യാറ്റ് ഫാമിലി ഉണ്ട്, അല്ലേ? ആ ഒരു ഫാമിലി, അതായത് സിംഹം, പുലി, കടുവ, ചീറ്റ, അങ്ങനെയുള്ള ജാഗ്വർ, ഇങ്ങനെയുള്ള എല്ലാ ജീവികളുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ പുതിയൊരു അലയൻസിന് ഒരുങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. ഓക്കെ, അപ്പോൾ ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് പ്രപ്പോസ് ചെയ്ത ആളാരാണ്? നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. അതിൻ്റെ കേന്ദ്രമാവാൻ തീരുമാനിച്ചതും ഇന്ത്യയാണ്. ലോകത്തിൽ 96 രാജ്യങ്ങളും വന്യജീവി, വേൾഡ് വൈൽഡ് ലൈഫ് പോലെയുള്ള ആ ഒരു വന്യജീവി സംഘടനകളും ഇതിൽ പങ്കാളികളാവും. 150 കോടി രൂപയാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് 150 കോടി രൂപയാണ് ഈ ഒരു ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിന് വേണ്ടിയിട്ട് രൂപപ്പെടുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഉദ്ദേശം? നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യയിൽ കടുവകളുടെയൊക്കെ എണ്ണം കൂടിയിട്ടുണ്ട്. സിംഹങ്ങളുടെ ആണെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക തരത്തിലുള്ള മാർഗ്ഗങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി രാജ്യങ്ങൾ, ഇപ്പോൾ ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങൾ എടുത്താൽ നിങ്ങൾക്കറിയാം, ഇല്ലേ? അവിടെയൊക്കെ വേട്ടയാടൽ അനുവദനീയമാണ്. പക്ഷെ ഇന്ത്യയിലാണ് അങ്ങനെയൊന്നും ഇല്ലാത്തത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ബിഗ് ക്യാറ്റ്സിൻ്റെ എണ്ണത്തിൽ ഇന്ത്യ വളരെയധികം മുന്നിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ട് അലയൻസ് ചെയ്യാൻ 96 രാജ്യങ്ങളും വന്യജീവി സംഘടനകളും തീരുമാനിച്ചു. അതിൻ്റെ പേര് ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. ഇനി മാർജാര കുടുംബത്തിൽ ആരൊക്കെയാണ്? കടുവ, സിംഹം, ഹിമപ്പുലി, പുള്ളിപ്പുലി, പ്യൂമ, ജാഗ്വർ, ചീറ്റ. അതിൽ ആ പ്യൂമയും ജാഗ്വറും എവിടെയാണ്? ഇന്ത്യയിലില്ല. ബാക്കിയെല്ലാം ഇന്ത്യയിൽ ഉണ്ട്, അല്ലേ? അപ്പോൾ ഇന്ത്യ തന്നെയാണ് ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഇതിൽ 16 രാജ്യങ്ങൾ, 96 രാജ്യങ്ങൾ നമ്മുടെ ഇന്ത്യയായിട്ട് ഇതിൽ കരാറിൽ ഒപ്പിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 16 രാജ്യങ്ങൾ വംശനാശ ഭീഷണി പട്ടിക തയ്യാറാക്കുന്ന ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ നേച്ചർ, വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട്, ഗ്ലോബൽ ടൈഗർ ഫോറം, ഈ ഒരു 9 ആഗോള സംഘടനകളും പങ്കാളികളാകാമെന്ന് സമ്മതം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിൻ്റെ തലവനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ, അത് പ്രപ്പോസ് ചെയ്തതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ, 96 രാജ്യങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ യൂണിയൻ ഫോർ കൺസർവേഷൻ നേച്ചർ, വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട്, ഗ്ലോബൽ ടൈഗർ ഫോറം, ഈ ഒരു സംഘടനകൾ ഈ ഒരു അലയൻസുമായിട്ട് നമ്മുടെ ഇന്ത്യയായിട്ട് സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട്.
അടുത്തത് മലയോരത്തിലേക്ക് കേന്ദ്രത്തിൻ്റെ റോപ്പ് വേ. നമുക്കറിയാം കേരളത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലും മൊത്തത്തിലും മലയോര മേഖലകളിൽ ഇപ്പോൾ ട്രെയിൻ അല്ലെങ്കിൽ എയർപോർട്ട് അതുപോലെയുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തിടത്തേക്ക് വെറും റോഡ് മാർഗം മാത്രം സഞ്ചരിക്കുന്നിടത്ത് റോപ്പ് വേ കൊണ്ടുവരാനുള്ള ഒരു പുതിയ സംരംഭം എത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് റോഡ് സൗകര്യം, അതായത് വലിയ വാഹനങ്ങൾ പോവാത്ത ആ ഒരു മലയോര മേഖലകളിലേക്കാണ് ഈ റോപ്പ് വേ സൗകര്യം ഉയർത്താൻ അല്ലെങ്കിൽ കൊണ്ടുവരാൻ നോക്കുന്നത്. ഇതിൽ പർവ്വത മേഖല പരിയോജന പദ്ധതി, ഓക്കെ, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് അല്ലേ, പർവ്വതമാല പരിയോജന പദ്ധതി, പർവ്വത മേഖലകളിൽ താമസിക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ നമുക്കറിയാം ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലുള്ള ഒരു മേഖലയാണ് എന്താണ്, കേരളം അല്ലേ. കേരളം എന്താണ്, ഉരുൾപൊട്ടൽ സാധ്യത കൂടിയ ഒരു മേഖലയാണ്. അപ്പോൾ ദേശീയ പാത ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ലിമിറ്റഡ് ആണ്. ആരാണ് ഈ റോപ്പ് വേ നിർമ്മിക്കാൻ പോകുന്നത്? ദേശീയ പാത ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. ഇതിൽ എങ്ങനെയാണ് നിർമ്മിക്കുകയെന്ന് വെച്ചാൽ 40% തുക കേന്ദ്ര സർക്കാരും 60% കരാറെടുത്ത ആ ഒരു കമ്പനിയുമാണ് മുടക്കുന്നത്. ഓക്കെ, കേരള സർക്കാരിന് ഇതിന് വലിയ കാര്യമില്ല, ഇത് ഡയറക്റ്റ് കേന്ദ്ര സർക്കാരാണ് നടത്തുന്നത്. 40% ആരാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ തുക ചെലവാക്കുന്നത്? 40% കേന്ദ്ര സർക്കാരും 60% ഈ ഒരു കരാറെടുത്ത കമ്പനിയും. ഓക്കെ, ആദ്യമായിട്ട് ഈ ഒരു കേന്ദ്രത്തിൻ്റെ റോപ്പ് വേ വരാൻ പോകുന്നത് മൂന്നാർ മുതൽ വട്ടവട, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാർ മുതൽ വട്ടവടയാണ് വരെയാണ് ആദ്യത്തെ പർവ്വതമാല പരിയോജന പദ്ധതിയുടെ ഭാഗമായിട്ട്, പർവ്വതമാല പരിയോജന പദ്ധതിയുടെ ഭാഗമായിട്ട് റോപ്പ് വേ വരുന്നത്. എന്തിനാണ്? റോഡ് ഗതാഗതം ദുർഘടമായിട്ടുള്ള പ്രശ്നമായിട്ടുള്ള ആ ഒരു ഏരിയയിൽ റോപ്പ് വേ വഴി ബന്ധിപ്പിക്കുക. ഓക്കെ, ഇടുക്കിയിൽ മാത്രമല്ലല്ലോ, എവിടെയൊക്കെയുണ്ട്? മലയോര മേഖലകളിലുള്ള വയനാട്, ശബരിമല, പൊന്മുടി എന്നിവിടങ്ങളിലെല്ലാം ഈ ഒരു റോപ്പ് വേ പദ്ധതി നിലവിൽ വരാൻ പോവുകയാണ്. ഓക്കെ, എന്താണ് റോപ്പ് വേയുടെ പ്രത്യേകത? മണിക്കൂറിൽ 15 മുതൽ 30 കിലോമീറ്റർ വരെ ആയിരിക്കും വേഗത. രാജ്യത്ത് എത്ര ടോട്ടൽ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്? 260. അതിൻ്റെ ആ ഒരു പദ്ധതിയുടെ പേര് ഓർത്ത് വെക്കുക, പർവ്വതമാല പരിയോജന. എന്താണ് പർവ്വതമാല പരിയോജന? പർവ്വതമാല പരിയോജന പ്രകാരം ആദ്യത്തെ റോപ്പ് വേ സർവീസ് വരുന്ന സ്ഥലം എവിടെ? മൂന്നാർ മുതൽ വട്ടവട വരെ. ഇനി രാജ്യത്ത് എത്ര പദ്ധതികളുണ്ട്? 260 പദ്ധതികൾ. ഓൾറെഡി നിർമ്മിച്ചതാണ് പളനിന്ന് കൊടൈക്കനാലിലേക്കുള്ള റോപ്പ് വേ. ഏകദേശം 12 കിലോമീറ്റർ നീളത്തിലാണ് പളനി കൊടൈക്കനാൽ റോപ്പ് വേ നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തത് സർപ്പാപ്പ്. നമുക്കറിയാം ഉരകങ്ങളെ പറ്റി അല്ലെങ്കിൽ സർപ്പങ്ങളെ പറ്റിയുള്ള ഇൻഫോർമേഷൻ അറിയുന്ന ഒരു ആപ്പായിരുന്നു സർപ്പാപ്പ് അല്ലേ. അപ്പോൾ ഈ സർപ്പാപ്പിനെ ഒന്ന് പരിഷ്കരിച്ച് പുതിയ, അതായത് ആനകൾ, അതുപോലെ തന്നെ കടുവ, അതുപോലെയുള്ള വന്യജീവികൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുമ്പോഴത്തേക്കും അവർക്ക് ഇൻഫോർമേഷൻ കൊടുക്കാനും കൂടെ വേണ്ടിയിട്ട് സർപ്പാപ്പിനെ നമ്മൾ ഹൈടെക് യന്ത്രങ്ങളിലൂടെ ഒന്ന് പരിഷ്കരിക്കാൻ പോവാണ്. ഓക്കെ, വനം വന്യജീവി വകുപ്പാണ് ഇത് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ. എന്താണ് സർപ്പാപ്പിൻ്റെ പേര്? സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ്. എന്താണ്? സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പാണ് സർപ്പാപ്പ്. ഇതിൽ പരിഷ്കരിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ കാടുകളിലും മറ്റും AI ക്യാമറ സെറ്റ് ചെയ്യും. അതേപോലെ തന്നെ സ്മാർട്ട് വേലികൾ, ഓക്കെ, സ്മാർട്ട് വേലികൾ ജനവാസ കേന്ദ്രങ്ങളിലെ കാടുകളുമായിട്ട് വേർതിരിക്കാൻ വേണ്ടിയിട്ട് സ്മാർട്ട് വേലികൾ. എന്താണ് സ്മാർട്ട് വേലികൾ അല്ലെങ്കിൽ സ്മാർട്ട് മതിലുകൾ എന്ന് പറയുന്നത്? എവിടെയെങ്കിലും കാട്ടാനയോ കടുവയോ ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് സ്ഥലത്താണ്, എത്ര കറക്റ്റ് ഏത് ലൊക്കേഷനാണ്, എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് നമ്മളുമായിട്ട്, അതേപോലെ തന്നെ എത്ര എണ്ണത്തിനെ ആ ഒരു പാർട്ടിക്കുലർ പാർട്ടിയിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് ഈ ഒരു കാട്ടാന, കടുവ ഇതെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് സംബന്ധിച്ച വിവരവും ജാഗ്രതാ നിർദ്ദേശവും എല്ലാം നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ എവിടെയെല്ലാം വന്യജീവികൾ ഇറങ്ങി, എത്ര എണ്ണത്തെ തുരത്തി, ഇതെല്ലാം ഈ ആപ്പിൽ നടക്കും. ഓക്കെ, ഇനി വന്യജീവികൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നത് തടയാൻ ലക്ഷ്യമിട്ടാണ് എന്ത്? സ്മാർട്ട് റെയിൽ വേലി. ഓക്കെ, ഞാൻ പറഞ്ഞു സ്മാർട്ടായിട്ടുള്ള കുറച്ച് വേലിക്കെട്ടുകളും മതിലുകളും സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അതായത് സ്മാർട്ട് റെയിൽ വേലി സ്ഥാപിക്കാനുള്ള ഒരു ആലോചനയും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്താണ്?
വന്യമൃഗങ്ങളെയും സംരക്ഷിക്കണം എന്നുള്ളൊരു ഉദ്ദേശമുണ്ട് അല്ലേ. അതായത് അവർ വരുന്നതിന് മുമ്പ് ജനങ്ങൾ അല്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് അവരെ വഴിതിരിച്ച് വിടുക എന്നൊരു മാർഗവും അതിലുണ്ട്. അതുപോലെ തന്നെ പ്രശ്നമുള്ള ഇതിപ്പോൾ കാട്ടാന ശല്യമുള്ള സ്ഥലങ്ങളുണ്ട്, പുലി ശല്യങ്ങൾ. ഇപ്പോൾ വയനാട്, കാട്ടിമൂല പോലെയുള്ള സ്ഥലങ്ങളിൽ സ്ഥിരമായിട്ട് എന്താണ് നമുക്കറിയാം, ന്യൂസുകളിൽ വരുന്നതാണ്, കാട്ടാന ഇറങ്ങി ഒരാളെ കൊന്നു, അല്ലെങ്കിൽ പുലി ഇറങ്ങി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഈ പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകളും സ്ഥാപിക്കും. ഇതിന് വേണ്ടിയിട്ട് ഏകദേശം 250ഓളം ക്യാമറകൾ സെറ്റ് ചെയ്യാണ്. അപ്പോൾ സർപ്പ ആപ്പ് നോക്കുമ്പോൾ സ്നേക്ക് അവയർനെസ് മാത്രമല്ല, ഇനി എന്തും കൂടെ ഉണ്ട്, കാട്ടുജീവികളുടെ ആക്രമണവും അത് തടയലും റെസ്ക്യൂവും ഉണ്ട്. അടുത്തത് ഗൂഗിൾ ഈ അടുത്ത് നമുക്കറിയാം ഇല്ലേ, ഇൻ്റർനെറ്റ് ലോകത്തിലെ തന്നെ ഒരു ഭീമനാണ് ഗൂഗിൾ എന്ന് പറയാം ഇല്ലേ. എന്ത് ഇൻഫോർമേഷൻ ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം തപ്പുന്ന എന്തിലാണ്, ഗൂഗിളിലാണ് അല്ലേ. അപ്പോൾ ഈ ഗൂഗിള് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ ഒരു മാപ്പ് പറഞ്ഞ് തടിയൂരാൻ പറ്റില്ല എന്ന് നമ്മുടെ IT വകുപ്പ് സഹമന്ത്രി ആര് പറഞ്ഞു, കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു. ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താണ്, നമ്മുടെ AI മോഡലുണ്ട് അല്ലേ, ജെമിനി. നമ്മുടെ ഗൂഗിളിൻ്റെ ചാറ്റ് ബോട്ടിൻ്റെ പേരെന്താണ്, ജെമിനിയാണ് അല്ലേ. ജെമിനി ചാറ്റ് ബോട്ടാണ് ഗൂഗിളിൻ്റെ ആ ഒരു ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജെമിനിൻ്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു അല്ലേ, അതായത് നരേന്ദ്രമോദി, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഫാസിസ്റ്റ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, അതായത് പല രാഷ്ട്രീയ സംഘടനകളും അങ്ങനെ പലരും ആൾ നടത്തുന്ന പ്രവർത്തനങ്ങളുണ്ട്, ഒരു ഫാസിസ്റ്റ് ആണെന്ന് പറയാറുണ്ട് എന്നൊരു ആൻസർ പറഞ്ഞു. ഇതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കും, അതേസമയം നമ്മുടെ സെലൻസ്കിയെ പറ്റി ചോദിച്ചപ്പോഴാണെങ്കിലും നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ്, റഷ്യൻ പ്രസിഡന്റ്, നമുക്കറിയാം ഉക്രൈൻ വാരൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതേപോലെ തന്നെ പലസ്തീനിയൻ പ്രസിഡന്റിനെ പറ്റിയൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഇസ്രായേൽ പ്രസിഡന്റിനെ പറ്റിയൊക്കെ ചോദിച്ചപ്പോൾ അത് ഡിബേറ്റബിൾ ആണ് എന്നൊരു ന്യൂട്രൽ ആൻസറും, എന്നാൽ ഇന്ത്യൻ പ്രസിഡന്റിനെ പറ്റി ചോദിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ ഫാസിസ്റ്റ് ആണെന്ന് പലരും പറയുന്നുണ്ടെന്ന് പറഞ്ഞൊരു ആൻസറും വന്നു. അതിൻ്റെ പേരിൽ ഗൂഗിള് ക്ഷമാപണമൊക്കെ നടത്തിയായിരുന്നു. ഇത് ജസ്റ്റ് ഒരു പ്രൈവറ്റ് മോഡൽ മാത്രമാണ്, അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആധികാരികതയൊന്നും വന്നിട്ടില്ല എന്നാണ് ഈ ജെമിനി ചാറ്റ് ബോട്ടിനെ പറ്റി ഗൂഗിള് എക്സ്പ്ലനേഷൻ പറഞ്ഞത്. അപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് ആര് പറഞ്ഞു, കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ വരുന്ന ആൻസറുകൾ, അതായത് നമ്മുടെ ഇലക്ഷനെ ബാധിക്കും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരുന്നതും അതിനെ ആൻസർ ചെയ്യുന്നതും. അപ്പോൾ എന്ത് ചെയ്യണം, രാജീവ് ചന്ദ്രശേഖരൻ എന്ത് പറഞ്ഞു, ഇങ്ങനെയുള്ള അത് പ്രോപ്പറായിട്ടുള്ള മോഡൽ അല്ലെങ്കിൽ ഒരിക്കലും അത് നമ്മുടെ പബ്ലിക് പ്ലാറ്റ്ഫോംസിലേക്ക് ഇടാൻ പാടില്ല, അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. അതേപോലെ തന്നെ ഈ AI പ്ലാറ്റ്ഫോമുകൾ, ഡീപ്പ് ഫേക്കുകൾ എന്നിവ ഉപയോഗിച്ചൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിന് പ്രോപ്പറായിട്ടുള്ള വാണിംഗ് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയൊന്നും ബാധിക്കാത്ത തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഇതിൻ്റെ കൂടെ വെക്കണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വെറുതെ ഇനി അടുത്ത നെക്സ്റ്റ് വരുന്ന പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ChatGPT ചിലപ്പോൾ നിരോധിക്കും അല്ലേ. അപ്പം നമുക്കറിയാം ടിക്ടോക്ക് പോലെയുള്ള പ്ലാറ്റ്ഫോംസ് നിരോധിച്ച രാജ്യമാണ് ഇന്ത്യ അല്ലേ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെറുതെ മാപ്പ് പറഞ്ഞ് തടിയൂരാനാകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട മെയിൻ കാര്യം നമ്മുടെ ഗൂഗിളിൻ്റെ ChatGPT ഏതാണ്, ജെമിനിയാണ്. അപ്പം ജെമിനി പറഞ്ഞ ആ ഒരു കാര്യം, പിന്നെ AI മോഡലിൽ നൽകുന്ന ഉത്തരങ്ങളിൽ വസ്തുതാപരമായ പിശകുകൾ ഉണ്ടെങ്കിൽ മുന്നറിയിപ്പുകൾ നൽകിയിരിക്കണമെന്ന് പറഞ്ഞത് കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖറാണ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ബാക്കി മാർച്ചിലുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് നമുക്ക് നോക്കാം.